നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടക മാസം, രാമായണ മാസം തുടങ്ങി ആധ്യാത്മിക ഗുണങ്ങൾ ഏറെയുള്ള മാസമാണ്. ആരോഗ്യപരമായും അതുപോലെ തന്നെ ആത്മീയമായും കൂടി നാം പൊതുവെ ശ്രദ്ധ കൊടുക്കുന്ന മലയാള മാസം കൂടിയാണ് കർക്കിടകം. അങ്ങനെയുള്ള ഒരു പ്രാധാന്യം കൂടി ഈ കർക്കിടക മാസത്തിനുണ്ട്. അപ്പോൾ പാരമ്പര്യ ചിട്ടകൾ പാലിക്കുന്നവർക്ക് കർക്കിടകം ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു മാസമാണ്. മരുന്നുകൾ കഴിച്ച് ശരീരത്തെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിലൂടെ രാമായണ പാരായണം പോലെയുള്ള കാര്യങ്ങളൊക്കെ മനഃശാന്തി ലഭിക്കുന്നതിനും മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന ഏകാഗ്രമായ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണ് രാമായണ മാസമായ കർക്കിടക മാസം. കർക്കിടക കഷ്ടതകൾ ഇത്തരം കാര്യങ്ങളിലൂടെ നീക്കാം എന്നതാണ് പൊതുവെയുള്ള വിശ്വാസവും. അപ്പോൾ ജ്യോതിഷപ്രകാരം ഈ മാസത്തിൽ ചില പ്രത്യേകതകൾ കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കർക്കിടകത്തിൽ ചില നാളുകാർക്ക് നല്ല ഫലം അനുഭവയോഗ്യമായി വരുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം നാളുകാർക്കാണ് ഈ കർക്കിടക മാസം നല്ല ഫലങ്ങൾ അനുഭവയോഗ്യമായി വരുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കർക്കിടക മാസം രാജയോഗം വരാൻ പോകുന്ന നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. ഇവർക്ക് ഏതൊരു കാര്യവും തടസ്സങ്ങളില്ലാതെ നടക്കുന്ന മാസമാണ് കർക്കിടക മാസം. ഈശ്വരാനുഗ്രഹം ഏറെയുള്ള നാളാണിത്, സമയമാണിത്. അപ്പോൾ മഹാഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മാസമാണിത്. ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. ഭാഗ്യങ്ങൾ അധികരിച്ചു വരുന്ന സമയമാണ്. കർമ്മ സംബന്ധമായ തടസ്സങ്ങളൊക്കെ നീങ്ങും. ഏത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും ആ കാര്യം നിങ്ങൾക്ക് വിജയകരമായി തന്നെ പര്യവസാനം ഉണ്ടാകുന്നതാണ്. ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നിങ്ങൾക്ക് ഏത് മംഗളകാര്യത്തിന് ഇറങ്ങുമ്പോഴും ഗണപതി ഭഗവാന് വഴിപാട് കഴിക്കുന്ന ഉത്തമമാണ്. കാരണം വിഘ്നങ്ങൾ നീക്കുന്നത് ഗണപതി ഭഗവാനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് മുന്നിൽ നിർത്തി നമ്മുടെ വിഘ്നങ്ങളൊക്കെ നീങ്ങി എല്ലാ കാര്യങ്ങളിലും വിജയം നേടണം എന്ന പ്രാർത്ഥനയോടുകൂടി അദ്ദേഹത്തിന് വഴിപാടുകളും നേർച്ചകളും ഒക്കെ നൽകിയതിനു ശേഷം ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഇരട്ടി ഫലം നിങ്ങൾക്ക് നേടാനായി സാധിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നാളിലും കർക്കിടക മാസം ഐശ്വര്യപ്രദമായ ഒരു മാസം കൂടിയാണ്. പലതരം ഉയർച്ചകളും നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. കുടുംബ അന്തരീക്ഷം നന്നായി വരുന്ന ഒരു സമയമാണ്. മികച്ച ഫലങ്ങൾ ഈ മാസത്തിൽ അനുകൂലമായി നിങ്ങൾക്ക് വരുന്നതാണ്. ധനാഭിവൃദ്ധി ഫലമായി വരും. അതേപോലെ പ്രതിസന്ധി ഘട്ടങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്ന സമയമാണ്. കോടീശ്വര യോഗം ഉണ്ടാകുന്ന സമയം തന്നെയാണ്. അധ്വാനം കൊണ്ട് ഉയർച്ചയും അതുപോലെ തന്നെ അധ്വാനം കൊണ്ട് ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനും സാധിക്കുന്നതാണ്. സാമ്പത്തിക ഉന്നതിയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതുമായിരിക്കും. അടുത്ത കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്കും ഉദിച്ചുയരാനുള്ളൊരു കാലഘട്ടമാണ്. കാരണം ഉദിച്ചുയരുക എന്ന് പറയുന്നത് സൂര്യനെ പോലെ പ്രശോഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. സർവ്വ ഐശ്വര്യങ്ങളും ഫലമായി വരുന്ന സമയമാണ്. ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലുള്ളവർക്കും എല്ലാ ഐശ്വര്യവും ഫലമായി വരുന്ന ഒരു സമയമാണ്. നേട്ടങ്ങൾ ഏറെ ഉണ്ടാകുന്ന സമയമാണ്. ഉയർന്ന വരുമാനം ഉണ്ടാകും. ഇനി വരുന്ന സമയം ഇവർക്ക് വളരെ അനുകൂലവുമായിരിക്കും. അതുപോലെ ഉന്നതിയിലേക്ക് കടക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക്. ഇവർക്ക് രാജയോഗം തന്നെയാണ് വരുന്നതല്ല ഈ കർക്കിടക മാസം തൊട്ട് തുടങ്ങിയിരിക്കുന്നത്. കർക്കിടക മാസത്തിൽ അപ്പോൾ അതിൻ്റെ ഫലങ്ങളായിരിക്കും മുന്നോട്ടുള്ള സമയങ്ങളിലും വരുന്നത്. ഇത്തരം പല രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിരുന്നവർക്ക് ആ രോഗത്തിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക നേട്ടം തന്നെയാണ് നിങ്ങൾക്ക് ഫലമായി വരുന്നത്. കോടീശ്വര യോഗം തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. കർക്കിടക മാസത്തിൽ രാജയോഗം വരുന്ന നക്ഷത്രങ്ങളിൽ അടുത്തത് ഉത്രമാണ്. ഈ നാളുകാർക്ക് സർവൈശ്വര്യവും വരുന്ന മാസമാണ് കർക്കിടക മാസമായ ഈ മാസം. ഇവർക്ക് ശത്രുദോഷം മാറുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ശത്രുദോഷത്താൽ വലഞ്ഞവർക്കൊക്കെ ഒരു സന്തോഷിക്കാനുള്ള ഒരു വകയായി മാറുന്ന ഒരു സമയമാണ് ഈ കർക്കിടക മാസം. ശത്രുദോഷം അകന്നുപോയി സർവ്വ ഐശ്വര്യങ്ങളും വരുന്നതാണ്. കാരണം ശത്രുദോഷം നിമിത്തം നിങ്ങളുടെ ഐശ്വര്യങ്ങളെ ഒരു തടയിട്ട് അല്ലെങ്കിൽ ഐശ്വര്യങ്ങൾ വരാനായി തടസ്സമായി നിന്നിരുന്ന ആ ശത്രുദോഷം നീങ്ങി നിങ്ങളിലേക്ക് ഐശ്വര്യം എത്തുന്ന സമയമാണ്. സുഹൃത്തുക്കളുടെ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അവർക്കൊപ്പം നല്ല രീതിയിൽ സമയം ചിലവഴിക്കാനും സാധിക്കുന്നതാണ്. സന്തോഷിക്കാനുള്ള വക ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിദേശവാസ യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അലസത മാറി പഠിക്കുന്നതിനുള്ള ഒരു ഭാഗ്യവും ഊർജവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ഐശ്വര്യപൂർണമായ ഒരു അവസരമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്.
അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്കും ഐശ്വര്യപൂർണ്ണമായ സമയമാണ് കർക്കിടക മാസം. രാജയോഗം തന്നെയാണ് ഇവർക്കും ലഭിക്കാൻ പോകുന്നത്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ നീങ്ങി നല്ല സമയമാണ് വരുന്നത്. എല്ലാവിധ ധനസമൃദ്ധിയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടേറെ ഉയർച്ചകൾ നിങ്ങൾക്ക് തന്നെ അനുഭവയോഗ്യമായി വരുന്ന സമയമാണ്. അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ നീങ്ങുന്ന സമയമാണ്. ജീവിതത്തിൽ പല രീതിയിലുള്ള ഐശ്വര്യവും ഉന്നമനവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കാണ് വളരെ അനുകൂലമായ ഒരു സമയമായി ഇത് ഭവിക്കുന്നത്. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ഇവർക്ക് പലതരത്തിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുന്ന സമയമാണ്. ദുഃഖങ്ങൾക്ക് പരിഹാരമായി എന്ന് തന്നെ കരുതാൻ കഴിയുന്ന ഒരു സമയമാണ് കർക്കിടക മാസം നിങ്ങൾക്ക് വരുന്നത്. എല്ലാ നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഫലമായി വരുന്ന സമയമാണ്. വിഷമതകൾക്കും ദുഃഖങ്ങൾക്കും ഒരു അറുതി വന്നു എന്ന് തന്നെ കരുതാം. ആ അവധിയാണ് നിങ്ങൾക്ക്. ഇനി ആ വിഷമങ്ങളും ദുഃഖങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വന്നു ചേരാൻ പോകുന്നില്ല. അതൊക്കെ ഒരു കഴിഞ്ഞ കാലമായി നിങ്ങൾക്ക് തന്നെ എപ്പോഴെങ്കിലും ഓർക്കാൻ കഴിയുന്ന ഒരു നമ്മൾ പറയാറില്ല ജീവിതത്തിൽ, അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നും എന്ന് പറയുന്ന രീതിയിലുള്ള മാറ്റമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്കും നേട്ടങ്ങളുടെ സമയമാണ്. മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ധനസമൃദ്ധിയും ഐശ്വര്യ സമ്പുഷ്ടമായ ഒരു സമയമാണ് നിങ്ങൾക്ക് കർക്കിടക മാസം പ്രദാനം ചെയ്യാൻ പോകുന്നത്. ഫലമായി പറയുന്നത് വരുമാനം, പല രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ ഒരു വളരെ കുതിച്ചുചാട്ടം തന്നെ നിങ്ങൾക്ക് കാഴ്ചവെക്കുവാനും ഈ കർക്കിടക മാസത്തോടു കൂടി സാധ്യമാകുന്നതാണ്. അടുത്തത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രത്തിനും ഭാഗ്യം കൂടെ നിൽക്കുന്ന ഒരു സമയം എന്ന് തന്നെ പറയും. ഇവർ ഒരുപിടി നേട്ടങ്ങൾക്ക് മുന്നിലായിരിക്കും. ഏത് കാര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട്, ഏത് കുടുംബത്തിൽ തന്നെ നിങ്ങൾക്കായിരിക്കും മുൻതൂക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനും വാക്കുകളാൽ വരെ നിങ്ങൾക്ക് മുൻതൂക്കം കിട്ടുന്ന ഒരു സമയമാണ്. എല്ലാവിധത്തിലും ഐശ്വര്യം സാമ്പത്തികമായൊക്കെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. സമൃദ്ധിയും സാമ്പത്തിക നേട്ടവും എല്ലാം ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ നേട്ടം, കാര്യവിജയം എന്നിവയെല്ലാം ഈ നക്ഷത്രക്കാർക്ക്, മകം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്, ഉണ്ടാക്കി തരുന്ന ഒരു സമയമാണ് കർക്കിടക മാസം. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്കും ഏറെ ഐശ്വര്യം ഉണ്ടാകുന്ന, സമൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് കർക്കിടക മാസം. എല്ലാ രീതിയിലും ഐശ്വര്യം ഉണ്ടാകും. ഉയർച്ചയും ഐശ്വര്യവും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈശ്വരാനുഗ്രഹം ഏറെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഏത് മികച്ച കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും മികച്ചതായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ദുഃഖങ്ങൾക്ക് പരിഹാരം ഉണ്ടായി കിട്ടുന്ന ഒരു സമയം കൂടിയാണ് കർക്കിടക മാസം നിങ്ങൾക്ക്. അടുത്തത് പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്കും സമൃദ്ധിയും നേട്ടവും ഉണ്ടാകുന്ന സമയമാണ്. സഹോദരങ്ങൾ നിമിത്തം ഒട്ടേറെ ഉയർച്ചകൾ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചയും ഐശ്വര്യവും എല്ലാം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ഈശ്വരാനുഗ്രഹം ഏറെ ഉണ്ടാകുന്നത്. ഈശ്വരൻ എപ്പോഴും നിങ്ങൾക്കൊപ്പം കൂടെ നിന്ന് അനുഗ്രഹം ചൊരിയുന്ന ഒരു സമയമാണ്. മികച്ച ഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ഇതിനാൽ തന്നെ സാധ്യമാകുന്നതാണ്. ധനാഭിവൃദ്ധി ഫലമായി വരുന്നുണ്ട്. തൊഴിൽ മേഖലയിലൊക്കെ ഉന്നതമായ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായ ഒരു സമയം കൂടിയാണ്. അപ്പോൾ കർക്കിടക മാസം ഗുണകരമായ ഫലങ്ങൾ നൽകുന്ന നക്ഷത്രക്കാർ ആരൊക്കെ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ പൊതുവെ കർക്കിടകത്തെ പഞ്ഞക്കർക്കിടകം എന്ന് പറഞ്ഞ രീതിയിൽ നിന്നൊക്കെ മാറ്റി ഈ നക്ഷത്രക്കാർക്ക് ഗുണകരമായ ഒരു മാറ്റം തന്നെ വരാൻ പോകുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് ഈ കർക്കിടക മാസം സമ്മാനിക്കാൻ പോകുന്നത്. നമസ്കാരം.